എല്ലാം കഴിഞ്ഞ് ഈ പള്ളി പെരുന്നാൾ ഇന്ന് നമ്മൾ എടത്തോ പള്ളി പെരുന്നാളിന് പോവാണ് ഗൈസ്. ഞാനും അനന്തകൃഷ്ണനും ചിക്കും സിബിനും സഞ്ജുവും കൂടെയാണ് പോകുന്നത്. ഇന്ന് നമ്മൾ കാറിലാണ് പോകുന്നത്. കാരണം നമ്മൾ ഇത്രയും പേരുണ്ടല്ലോ, 2 വണ്ടിയിലായിട്ട് പോകാനും പറ്റത്തില്ല. അങ്ങനെ നമ്മൾ കാറ് കുറച്ച് ബാക്കിലായിട്ടാണ് ഇട്ടത്. പള്ളിയുടെ അവിടെ വരെ പോയില്ല, തിരക്കാണോ എന്ന് വിചാരിച്ചാണ് അവിടെ പാർക്ക് ചെയ്തത്. ആ പാലത്തിൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും ഗൈസ് നമ്മുടെ എടത്തോ പള്ളി അറിയാവുന്നവർക്കൊക്കെ അറിയാമായിരിക്കും. നമ്മുടെ ഉത്സവങ്ങളെല്ലാം കഴിഞ്ഞ അവസാനം എടത്തോ പള്ളി പെരുന്നാളോട് കൂടിയാണ് നമ്മളുടെ ഉത്സവങ്ങളും പള്ളിപ്പെരുന്നാളുകളും എല്ലാം അവസാനിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് പെരുന്നാൾ സമയത്ത് ഇങ്ങോട്ട് വരുന്നത്. നേരത്തെ നമ്മുടെ ഇവിടെ അടുത്ത സ്കൂളിൽ പ്രോഗ്രാമിനൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ അടിപൊളി ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഗൈസ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, കാരണം ഞാൻ ആദ്യമായി കാണുന്നത് കൊണ്ട് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഇവിടെ എന്തൊക്കെയോ നേർച്ചയും പ്രാർത്ഥനയൊക്കെ നടക്കുന്നുണ്ട്. നൈറ്റാണ് ഞങ്ങൾ വന്നത്, 8:30 കഴിഞ്ഞ ഗൈസ് ഞങ്ങൾ വന്നപ്പോഴാണ്. അപ്പോഴും നല്ല തിരക്കുണ്ടായിരുന്നു. ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പള്ളിയുടെ ചുറ്റുവട്ടങ്ങളെല്ലാം കണ്ട് ഞങ്ങൾ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്നൊന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ നേരെ കടകൾ കാണാൻ പോയിട്ടുണ്ട്. ഇവന്മാരെന്നെ വ്ളോഗ് എടുക്കുന്നതിന് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇതാണ് പള്ളിയുടെ ഫ്രണ്ട് വശം. കുറച്ചു നേരം അവിടെയൊക്കെ നിന്ന് അതെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ നേരെ കടകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോയി ഗൈസ്. ഇവിടെ ഇഷ്ടംപോലെ കടകളുണ്ടായിരുന്നു ഗൈസ്. ഏത് വഴി പോകണം എന്നൊരു കൺഫ്യൂഷനാണ്. കാരണം എവിടെ കൂടെ ചെല്ലുമ്പോഴും അവിടെ തന്നെയാണോ നമ്മൾ തിരിച്ചെത്തുന്നത് എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ കടകളിലും കയറിയിട്ട് കൊച്ചു പിള്ളേർ കൂട്ടി ഇവിടെ ഓരോന്നെടുത്ത് എല്ലാ എണ്ണവും നോക്കുന്നുണ്ട്. നമുക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു നൊസ്റ്റാൾജിയ ആണല്ലോ. നമ്മൾ കുഞ്ഞുനാളിൽ കളിച്ച് നടന്ന സാധനങ്ങളൊക്കെ വീണ്ടും കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു കൗതുകമാണല്ലോ അതെടുത്ത് നോക്കാൻ. നേരെ വന്ന് എല്ലാവരും ഓരോ വെള്ളമൊക്കെ കുടിച്ചു ഗൈസ്. ഈ വെള്ളം കുടിച്ചതിന് ശേഷം എല്ലാവർക്കും ഒരു മന്ദതയായിരുന്നു ഗൈസ്. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് കമ്മലുകളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. കമ്മലൊക്കെ നോക്കി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ തിരിച്ചു പോകണം. അപ്പോഴാണ് ഈ ഐറ്റം കണ്ടത്. നമ്മുടെ പണ്ടത്തെ ധൂമ്പജാലെ പാട്ടൊക്കെ പാടുന്ന ഈ ഫോൺ ഉണ്ടല്ലോ ഗൈസ്. ഇത് കണ്ടപ്പോൾ എന്തോ ഒരു നൊസ്റ്റാൾജി തോന്നി. അതാണ് ഞാൻ വീഡിയോ എടുത്തത്. അങ്ങനെ ഓരോ സാധനം കാണുമ്പോൾ എനിക്കിങ്ങനെ നൊസ്റ്റാൾജി തോന്നാറുണ്ട്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാണ്. അപ്പം ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.